ഹലോ എവറിബഡി. ഇന്ന് എൻ്റെ കൂടെ അതിഥി വളരെ എമിനൻറ്റ് പേഴ്സണാലിറ്റിയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു സർജറി ആ ഒരു വേൾഡിലേക്ക് ഞാൻ കടന്നു പോകാൻ പോകുന്നത്. എൻ്റെ കൂടെ ഇരിക്കുന്ന ഡോക്ടർ KP ഹരിദാസ്, പത്മശ്രീയാണ് അദ്ദേഹം. 5 ഡെക്കേഡ്സോളം മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ സർജറി എക്സ്പീരിയൻസിലെ സർജനാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് വെൽക്കം. താങ്ക് യു സോ മച്ച്. സോ ഡോക്ടർ, ഒറ്റ കാര്യം, ഞാൻ കണ്ടു ഡോക്ടറിൻ്റെ എല്ലാ പ്രൊഫൈലും. ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ആബ്സല്യൂട്ട്ലി ഫിനോമിനൽ. ആ ഒരു ഇതിൽ ഡോക്ടർ, MBBS ഓഫ് കോഴ്സ്, MS, FRCS, പിന്നെ അങ്ങനെ കുറേ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ശരിക്കും ഒരു ഡോക്ടർ ആകാൻ ഉണ്ടാകേണ്ട ശരിക്കുമുള്ള ഇതെന്താണ്, ക്രൈറ്റീരിയ എന്താണ്? ക്വാളിറ്റീസ് അല്ലേ? താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ് റെലവൻറ്റ് ക്വസ്റ്റ്യൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. നമ്മുടെ ഇന്ന് നടക്കുന്ന സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ നല്ലൊരു വാക്കല്ല. പക്ഷേ ആദ്യം അറിയേണ്ടത്, ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാണ് തീർച്ചയായിട്ടും. കാരണം മെഡിസിൻ ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. രണ്ട്, എനിക്ക് തോന്നുന്നത് ഹ്യൂമാനിറ്റി, എക്സ്ട്രീം ഹ്യൂമാനിറ്റി, എക്സ്ട്രീം എമ്പതി. ഞാനാണ് ആ സ്ഥാനത്ത് നിന്ന് ആലോചിക്കാനുള്ള ഒരു സംഗതി. എമ്പതി, കൈൻഡ്നെസ് ടു ദി എക്സ്ട്രീം. ഒരു ഒബ്സഷൻ പോലെ അത് വന്നാൽ നല്ലത്. അങ്ങനെയുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം. സോ ഡോക്ടർ പഠിക്കുന്ന സമയത്ത് ഡോക്ടർ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലല്ലേ പഠിച്ചത്? ആണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ചത്. ദെൻ യു ബിക്കെയിം MS എടുത്തു സർജറി. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളെക്കാൾ വെൻ യു ബിക്കം എക്സെപ്ഷണൽ സർജൻ ആകുമ്പോൾ എന്തൊക്കെയാണ് സത്യം പറയാച്ചാൽ, അത് ടാലൻ്റ് ആണോ, എക്സ്പീരിയൻസ് ആണോ, അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള സർജറി ചെയ്യുമ്പോഴാണ് വാട്ട് മേക്സ് എൻ എക്സെപ്ഷണൽ സർജൻ ആകാനാണെങ്കിൽ? റൈറ്റ്, ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ അഗൈൻ. സർജൻ ആകാനുള്ള ക്വാളിഫിക്കേഷൻസ് ഞാൻ പറയാം. സർജറി ഈസ് എ ബ്ലെൻഡ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്. രണ്ടും ചേരുന്ന ഒരു സംഗതിയാണ്. ലൈക്ക് മ്യൂസിക്. മ്യൂസിക് ഈസ് ഓൾസോ എ ബ്ലെൻഡ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്. അപ്പോൾ ആർട്ടിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന മ്യൂസിക്കാണ്, മെഡിസിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന സർജറി. സയൻസ് മറ്റെവിടെയും ആർട്ടും സയൻസും ഒരുമിച്ച് വരുന്നില്ല. അതൊരു സംഗതിയാണ്. എക്സെപ്ഷണൽ സർജനാകണം എന്ന് പറഞ്ഞാൽ സ്കില്ല് വേണം. സ്കില്ലില്ലാത്ത ഒരാൾ പോകരുതെന്നതിൻ്റെ അത് അവർ തന്നെ തിരിച്ചറിയണം. ആൻഡ് അവർ തന്നെ തിരിച്ചറിയേണ്ട കാര്യമാണ്. അവരെ തിരിച്ചറിയാനുള്ള അവസരം കൊടുക്കുന്നില്ല. ഇപ്പം നമ്മൾ സിലക്ഷൻ എന്ന് പറയുന്നത് ഒരു 12 വർഷം പഠിച്ച കുട്ടി ഒരു 2 മണിക്കൂറിനകത്തുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ 2 മണിക്കൂറിൽ എഴുതിയിട്ട് ആ ദിവസം ആ കുട്ടിക്ക് ഒരു വയറിളക്കം വന്നു, അല്ലെങ്കിൽ ഒരു മൈഗ്രെയിൻ വന്നു. കുട്ടികൾക്ക് എത്രയോ ലക്ഷം കുട്ടികൾ എഴുതുന്നു. വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലോണം എഴുതാൻ പറ്റും. അത് ഒരൊറ്റ എക്സാമിനേഷനിൽ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ 12 വർഷം പഠിച്ച കുട്ടി ആ 12 വർഷം പഠിച്ചതിൻ്റെ മാർക്സ് എടുക്കണ്ടേ? ഒരു എൻട്രൻസ് എക്സാമിനേഷൻ വേണമെങ്കിൽ എടുത്തോട്ടെ, നിർബന്ധമുള്ള ഒരു കാര്യമല്ല ഫാസ്റ്റ് സിലക്ഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. ഒരു 20 to 25 minutes interview by eminent people in the medical field, very honest people, 2 retired justices, 2 public people, 2 political people. ഒരു 8 പേരുടെ ഒരു ഇതുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. ജെനുവിനാണ് ഈ കുട്ടി, മെഡിസിൻ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇന്ന് പോകുന്ന കുട്ടികളിൽ അധികവും എനിക്ക് തോന്നുന്നു ഒരു 30% മേ ബി ജെനുവിൻലി ഇൻട്രസ്റ്റ്, 30% ജെനുവിനായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 30% അവർക്ക് അറിഞ്ഞുകൂടി വിച്ച് വേ ടു ടേൺ, എങ്ങോട്ട് തിരിയണമെന്ന് അറിയില്ല. ബാക്കിയുള്ള കുട്ടികൾ ദേ പ്രോംപ്റ്റഡ്, മറ്റുള്ള ഒരു വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടോ ഫ്രണ്ട്സ് പറഞ്ഞിട്ടോ ഇതൊരു അട്രാക്റ്റീവ് പ്രൊഫഷനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടോ പോകുന്ന ആൾക്കാരുണ്ട്. അതാണ് സംഭവിക്കുന്നത്. ഇതിനെല്ലാത്തിനുമുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ശരിക്കും +2 എക്സാമിനേഷൻ്റെ അവിടുന്ന് പിടിക്കണം. അവിടുത്തെ ഒരു 40% മാർക്സ് എടുക്കുക. വേണമെങ്കിൽ, നിർബന്ധമില്ല ഈ എൻട്രൻസ്. വേസ്റ്റ് മണി, ഇൻകൺവീനിയൻസ്. ശരിക്കും +2ൻ്റെ എക്സാമിനേഷൻ്റെ മാർക്സും ഇൻ്റർവ്യൂവും മതി സെലക്ഷന് വേണ്ടിയിട്ട്. ഞാനൊരു പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചു വന്നയാളാണ്. നാട്ടിൻ പുറത്തെ ഒരു വില്ലേജിലാണ് പഠിച്ചിരുന്നത്, തിരുവനന്തപുരം സിറ്റിയിലൊന്നുമല്ല. പക്ഷേ പഠിക്കാൻ തിരക്കേടില്ലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് 5 മക്കളായിരുന്നില്ലേ? 5 മക്കളല്ല, 9 മക്കളുണ്ടായിരുന്നു. 5 ആൺമക്കളാണ്. 5 ആൺമക്കളാണ്.
അപ്പോൾ എല്ലാവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു, എല്ലാവരും. മിക്കവാറും എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ബി എയും എം എക്കാരാണ് അധികം. ആൻഡ് ഞാൻ മാത്രമേ ഉള്ളൂ ഒന്ന് വഴിമാറി നടുക്കുള്ള ആൾ. മെഡിസിനിലേക്ക് പോകണം, അത് കുട്ടിക്കാലത്തെ ഉള്ള ആഗ്രഹമായിരുന്നു. കാരണം ഞാനൊരു അന്ന് ലൈസൻസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സൊക്കെ ഉള്ള കാലമാണ്. ആ വർക്കലയിൽ നിന്ന് നാവായിക്കുളം സ്കൂളിനടുത്ത് ഒരു ഡിസ്പെൻസറി നടത്തിയിരുന്നു അദ്ദേഹം. അവിടേക്ക് വരുന്ന ഈ ഡോക്ടറെ എനിക്ക് ഓർമ്മയിലുണ്ട്. ഒരു സ്റ്റെതസ്കോപ്പ് ഇട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ള ആൾക്കാരെല്ലാം വലിയ ബഹുമാനത്തോടു കൂടി ഒരു ദൈവത്തിനെ പോലെ കണ്ടപ്പോൾ ഡോക്ടർ ചാക്കോള എന്റെ ദൈവമാണ് അങ്ങനെ പറയും. പക്ഷെ പിന്നെ അത് ആണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. അതെനിക്ക് തോന്നുന്നു ഒരു 12 വയസ്സിലൊക്കെ അത് ഇൻസ്പയർ ചെയ്ത് കാണുമെന്നാണ് തോന്നുന്നത്. ഐ വാസ് വെരി കീൻ അബൌട്ട് ഫ്രം ദെൻ. ആൻഡ് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ MBBS കഴിഞ്ഞ് ഹൗസ് റെൻസി ഒരു വർഷമുണ്ട്. ആ സമയത്ത് എന്നെ പഠിപ്പിച്ചുള്ള എൻ്റെ പ്രൊഫസറായിരുന്ന ഡോക്ടർ സൂസൻ ജോർജ്, ഇവിടെ പേര് പറയാം, ഷീ വാസ് എ ലെജൻഡറി ഫിഗർ. അവർ അസിസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് സീനിയേഴ്സ് ഉണ്ട് അസിസ്റ്റ് ചെയ്യാൻ. ഐ എം ഓൺലി എ സ്മാൾ ബഗ് ആക്ച്വലി. ഇത് ഒരു കത്രി കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ സൂച്ചർ, അന്ന് അതൊക്കെ ഉള്ളൂ. ആർട്ടിഫോഴ്സും സ്റ്റിച്ച് ഇട്ടിട്ട് അതിനെ കട്ട് ചെയ്ത് കൊടുക്കണത്. അങ്ങനെയൊക്കെ എൻ്റെ മൂവ്മെന്റ്സ് കണ്ടിട്ട് ഷീ മെയ്ഡ് എ റിമാർക്ക്. പറഞ്ഞു, ഈ യങ് ഫെലോ കുട്ടി, യു ഹാവ് എ നാക്ക് ഇൻ സർജറി, നിങ്ങൾക്കൊരു സർജറിയിൽ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. യു മസ്റ്റ് ടേക്ക് എ സർജറി ആസ് യുവർ കരിയർ. That is an impactor that goes into my soul and heart. അത് ഗംഭീരമല്ലേ. ആദ്യം ചെയ്ത സർജറി ആരുടെയായിരുന്നു? ആദ്യം ചെയ്ത സർജറി ആരുടെയാണ്? ഫസ്റ്റ് പേഷ്യന്റ് പേര് ഐ വാസ് ഓൺലി എ ട്യൂട്ടർ ഇൻ കാലിക്കറ്റ്. തുടക്കക്കാരനാണ്, ഓർക്കാൻ പറ്റില്ല. പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഇന്ന് 10 വർഷം കഴിയുന്ന ആൾക്കാർ ചെയ്യുന്ന സർജറി ഞാൻ ചെയ്യാൻ തുടങ്ങി. അന്നത്തെ പിന്നെ സർജറി എന്ന് പറയുന്നത് പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞ രോഗമുണ്ട്. അതിന് അസിഡിറ്റി വരുന്നത്. ഇന്നിപ്പോൾ മരുന്ന് കൊണ്ട് കംപ്ലീറ്റ് മാറ്റുന്നതാണ്. അന്ന് കാലത്ത് GJ വേഗാട്ടമി, ഇത് ആസിഡ് സെക്രീറ്റ് ചെയ്യുന്ന വേഗസ് നെർവിൻ്റെ സ്റ്റിമുലേഷൻ കൊണ്ടാണ്. ആ നെർവിനെയും കട്ട് ചെയ്ത് കളയും. അപ്പം ആസിഡ് സെക്രീഷൻ കുറയും, മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ വരാതിരിക്കാനായിട്ട് ഗ്യാസ്ട്രോ ജെജിനാസ്റ്റമി എന്ന് പറഞ്ഞിട്ട് സ്റ്റൊമക്കിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫുഡ് പോകത്തൊക്കെ ബൈപ്പാസ് ചെയ്യും. അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിന് ശകലം വെയിറ്റ് കുറയ്ക്കുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്. വെയിറ്റ് ലോസ് സർജറിയും ഡയബറ്റിസ് മാറുന്ന സർജറിയും എൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇപ്പോൾ ശരിക്കും. അപ്പോൾ അതൊന്ന്. അതുപോലെ തന്നെ ഡോക്ടർ ജയസിംഹൻ എന്ന് പറഞ്ഞാൽ അവരെല്ലാം FRCS MRC കോച്ചിങ് കഴിഞ്ഞ് വന്നവർ, FRC കോച്ചിങ് കഴിഞ്ഞ് വന്നവരാണ്. ബ്രിട്ടീഷ് ക്വാളിഫിക്കേഷനാണ്. ഞാൻ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഏർലി 60s ആണ്. 61 പ്രീ മെഡിസിൻ കഴിഞ്ഞു മാറി വാനസ് കോളേജിൽ, 62 മെഡിക്കൽ കോളേജിൽ വരുന്നു, പ്രീ യൂണിവേഴ്സിറ്റി, പ്രീ മെഡിസിൻ, ദെൻ ടു ദി മെഡിക്കൽ കോളേജ്. 62 ഒരു സർജനെ കാണും. ഇപ്പോൾ നമ്മളിപ്പോൾ എനിക്കറിയാം, എൻ്റെ നാട്ടിൽ ഇപ്പോൾ തമാശയായിട്ട് തോന്നുന്നു ഡോക്ടർ, എന്താ വെച്ചെങ്കിൽ കത്തി വെക്കാൻ പേടിയാണ് എല്ലാവർക്കും. എന്നെ കൊണ്ടുപോകേണ്ട ആസ്പത്രിയിൽ ഞാൻ ഇങ്ങനെ മരിച്ചോട്ടെ എന്ന് പറയുന്ന കുറേ കൂട്ടരുണ്ട്. ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം അല്ല. അതെ. പക്ഷെ എൻ്റെ അച്ഛനെ ഇഷ്ടമായിരുന്നു സർജറി, എങ്ങനെയെങ്കിലുമൊക്കെ സർജറി ചെയ്ത് ഇഷ്ടം. പക്ഷെ അച്ഛൻ പറ്റില്ല. പക്ഷെ അച്ഛൻ ഭയങ്കര സർജറിയോട് ഇത്ര ഇഷ്ടമുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. No, he was not, but he was in medical field, he was in pharmaceutical industry. So then pharmaceutical industry എല്ലാ മെഡിസിനെ കുറിച്ച് അറിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് when doctor interview I really thought about him today because അച്ഛൻ സന്തോഷമായിട്ട് കാണുമായിരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. Because he had been in touch with surgeons probably. അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ട്രസ്റ്റ്, നമ്മൾ എപ്പോഴും പറയും സർജറി വന്നാൽ 2 കാര്യമാണ്. ഒന്ന്, ഒരു ഭാഗം ആൾക്കാർ ആദ്യം തന്നെ പോയി ജോത്സ്യം നോക്കും, ചീത്തകാലാണോന്ന്. രണ്ടാമത്തെ കാര്യം സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഈ ട്രസ്റ്റ് ഫാക്ടർ ഓഫ് സർജൻസ് എങ്ങനെയാണ്? വെരി സിമ്പിൾ, വെരി സിമ്പിൾ. യുവർ കമ്മ്യൂണിക്കേഷൻ, ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഡോക്ടറാവില്ല. അവർക്ക് നോൺ ക്ലിനിക്കൽ സൈഡിലേക്ക് പോകും, റിസർച്ചിന് പോകും. അങ്ങനെയുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇൻറ്റ്യൂഷനും സ്കില്ലും ഇല്ലാത്തവർ സർജറിയിൽ സക്സസ്ഫുൾ ആകാൻ പ്രയാസമാണ്. MS എടുത്തെന്ന് പറഞ്ഞു, MS-ൻ്റെ ഫുൾ ഫോം അറിയാം, മാസ്റ്റർ ഓഫ് സർജറി എന്നാണ്. ഐ ആം നോട്ട് എ മാസ്റ്റർ യെറ്റ്. ഐ ബിലീവ് ദർ ഈസ് ഓൺലി വൺ മാസ്റ്റർ അപ്പ് ദർ. ആൻഡ് അങ്ങനെ ഒരു 28 വയസ്സിലും 30 വയസ്സിലും ഒരാൾക്ക് കിട്ടിയാൽ ഈ ഗെറ്റ്സ് ക്യാരിഡ് അവേ. ഇംഗ്ലണ്ടിൽ ഐ ഗോട്ട് FRCS ആൾസോ. FRCSന് അവിടെ പറയുന്നത് ദാറ്റ്സ്
ക്വാളിഫിക്കേഷൻ എന്താ FRCS ഫെലോ ഓഫ് ദി റോയൽ കോളേജ് ഓഫ് സർജൻസ്, ആക്ച്വലി ഡിപ്ലോമ. അവിടെ അതല്ല, വേർ യു ഗെറ്റ് ട്രെയിൻഡ്, ഹു ഹാസ് ട്രെയിൻഡ് യു ആൻഡ് വാട്ട് യു നോ, ആർ യു റിയലി കോമ്പിറ്റൻറ്റ്. സ്വന്തം ചോദിക്കണം, am I competent to operate now? സ്വയം ചോദിക്കണം. ഇപ്പോഴും ഞാൻ ചെയ്യുന്ന അഡ്വാൻസ് സർജറീസ് ആണ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറയുന്നത് ഒബീസിറ്റി കുറയ്ക്കുന്ന സർജറി, ഡയബറ്റിസ് മാറുന്ന സർജറി, അതായത് ബാരിയാട്രിക് സർജറി ആൻഡ് മെറ്റബോളിക് സർജറി. മെറ്റബോളിക് സർജറി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റബോളിക് ഡിസീസാണ് ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റിസിൽ ഇൻസുലിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ ഇൻസുലിന് റെസിസ്റ്റൻസ് ഉണ്ട്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഓപ്പറേഷൻസ് ഉണ്ട്. അത് മെറ്റബോളിക്സ്, കംപ്ലീറ്റ് ഡയബറ്റിസ് മാറും. അത് ഓപ്പറേഷൻ മുമ്പ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്ക് സംശയം. പബ്ലിക്കിന് അറിയില്ല, മറ്റുള്ളവരെ പറ്റി ഞാൻ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞ ഐ വിൽ കം ബാക്ക് ടു ദീസ് 2 ഡിസീസസ്, അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് Kerala is the capital of diabetes in India. Yes. And ഏറ്റവും അധികം ഇന്ത്യയിലാണ്. വേൾഡ് ക്യാപിറ്റൽ ഈസ് ഇന്ത്യ. ഇന്ത്യയുടെ ക്യാപിറ്റൽ കേരളം. അപ്പോൾ വേൾഡ് ക്യാപിറ്റൽ കേരളം എന്ന് പറയാം. About 24% are diabetes suffering. I used to say above the age of 50, if you take a statistics, 50% of the population is either diabetic or hypertensive or both. ഈ രണ്ടും 50 വയസ്സിന് മുകളിൽ എടുത്താലും. ഓക്കെ, ഇതിൽ ഈ 50% എന്ന് പറയുന്ന ആൾക്കാർ ഡോക്ടർ പലതും ഹെറിഡിറ്ററി വഴി ഡയബറ്റീസ് വരുമല്ലോ. ഡയബറ്റീസ് വരും. പിന്നെ ലൈഫ് സ്റ്റൈൽ വഴിയല്ലേ വരുന്നത്? ലൈഫ് സ്റ്റൈൽ വഴിയാണ് ഇപ്പം കൂടുതലും. ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം അബ്സർവ് ചെയ്യുന്നത് ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ്, സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ് അബ്സർവ് ചെയ്യുന്നത്. സ്റ്റൊമക്കിൽ വലുതായിട്ടൊന്നും അബ്സർവ് ചെയ്യുന്നില്ല. സ്റ്റൊമക്കിൻ്റെ ജോലി മിക്സിയുടെ ജോലിയാണ്, മിക്സിങ്, ചേണിങ് ഫുഡ്. അതിനുള്ള സ്പേസ് കൊടുക്കണമെന്ന് ഞാൻ പറയും. ഡോണ്ട് ഈറ്റ് ഫുൾ സ്റ്റൊമക്ക്, ഡോണ്ട് ഡ്രിങ്ക് ആഫ്റ്റർ യുവർ സോളിഡ് മീൽ, ഡ്രിങ്ക് ഓൺലി ആഫ്റ്റർ 1.5 to 2 hours ആഫ്റ്റർ മീൽ. വാട്ടർ ഒരു 100 ml ഇതെല്ലാം കൂടെ താഴേക്ക് പോകാനായിട്ടൊന്ന് വേണമെങ്കിൽ കഴിക്കാം. അതിന് കൂടെ കഴിക്കരുത്. നോർമൽ വെള്ളം. സ്റ്റൊമക്ക് ഫുള്ളായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റിഫ്ലക്സ് ചെയ്യും. ഇവിടെ പിടിച്ച് ലോക്കിടാനൊന്നും ഒക്കത്തില്ല. ഈസോഫാഗം സ്റ്റൊമക്കും ചേർന്നെടുത്ത് അവിടെ ഒരു ഫിസിയോളജിക്കൽ സ്പിങ്ക്ടർ ഉണ്ട്. ആ സ്പിങ്ക്ടറിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത്. നിറഞ്ഞു പോയാൽ റിഫ്ലക്സ് ചെയ്യും. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്ന സംഗതി വരുന്ന ഒരു കാര്യം. ഈ ഫുൾ സ്റ്റൊമക്ക് കഴിച്ചിട്ട് ഉടനെ പോയി കിടക്കുമ്പോഴേക്കും ഈസിയാണ് മുകളിലേക്ക് പോകാൻ. ദെൻ ഒബീസിറ്റി വരുമ്പോഴേക്കും ഇവിടെ ലാക്സ് ആവും. ഈ സ്പിങ്ക്ടറൊക്കെ ലാക്സ് ആയി പോകും. അതിന് ചുറ്റുമൊക്കെ ഫാറ്റ് വരും. അബ്ഡമിനകത്ത് വരുന്ന ഫാറ്റിന് വിസറൽ ഫാറ്റ് എന്ന് പറയും. ഡേഞ്ചറസ് ഫാറ്റാണത്. ദാറ്റ്സ് ആൻ ഇൻഡിക്കേറ്റർ, ബാഡ് ഫാറ്റ്. ആൻഡ് കേരളത്തിൽ ഒബീസിറ്റിയും അധികമാണോ? ഒബീസിറ്റി ഈസ് ആൾമോസ്റ്റ് ഇക്വലന്റ് ടു ദി പിന്നെ ഡയബറ്റിസ്. ഏതാണ്ട് രണ്ടും ഒരുമിച്ച് പോകുന്ന കണക്ക് തോന്നുന്നു എനിക്ക്. ഇത് രണ്ടുമല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ഡയബറ്റിസിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത്രയും % ഡയബറ്റിസ് 24% കേരളത്തിൽ നിൽക്കുമ്പോൾ തന്നെ പ്രീ ഡയബറ്റിക്സ് ഉണ്ട്. നാളെ ഡയബറ്റിക് ആകാൻ. ഡയബറ്റിസ് എന്ന് തുടങ്ങി നിന്ന് കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ ഇന്ന് തുടങ്ങിയെന്നല്ല അർത്ഥം. ബാക്കിൽ എന്നോ തുടങ്ങി. മനസ്സിലായില്ലേ? അവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയാൽ പോരാ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ ഡയബറ്റിസ് ഉള്ളവൻ മിക്കവാറും ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് നോർമലായിരിക്കും. അത് വിചാരിച്ചിട്ട് നമ്മളില്ലാന്ന് കരുതും. ഇപ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ട്, HbA1c എന്ന് പറയുന്നത്. അത് 6 താഴെ നിൽക്കണം. അതിന് ഡെഫിനറ്റായിട്ടും താഴെ നിൽക്കണം. 6 താഴെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും 120 മുകളിൽ പോകരുത്, 110 മുകളിൽ പോകരുത്. അതാണ് എൻ്റെ ഉദ്ദേശം. അത് HbA1c 3 months ഒരിക്കൽ നോക്കാവൂ. നമ്മുടെ ഹീമോഗ്ലോബിനുള്ള RBCയിലുള്ള അതിൻ്റെ ലൈഫ് സ്പാൻ വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡോക്ടർ, ബീങ് എ സർജൻ, ആദ്യം ഞാൻ സർജറിയിലേക്ക് വരട്ടെ. ഈ ഇൻറ്റ്യൂഷൻ ഡോക്ടർ പറഞ്ഞു. സോ ഡോക്ടർ ഒരു സർജിക്കൽ ഒരു പ്രോസസ്സിലേക്ക് പോകുമ്പോൾ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർക്ക് ഉണ്ടാകുന്ന ഡോക്ടറിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്? Preparation definitely വേണം. You must revise your plan for tomorrow's operations the previous night. That's very important. I goes to in the past മെഡിക്കൽ കോളേജിൽ ഞാൻ പ്രൊഫസർ ആയിരിക്കുമ്പോൾ കൃഷ്ണനായരുടെ സമയത്ത് അദ്ദേഹമാണ് എൻ്റെ അടുത്ത് അയക്കുന്നത്, RCC. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ അതിൻ്റെ പ്രീഫേസ് എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ്. പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ I went to the mortuary ഇതിന് വേണ്ടിയിട്ട് ഡിസെക്ട് ലിവർ സർജറി,
ഡിസെക്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി അനാറ്റമി എക്സാക്ട്ലി. ഒരു 30 പേരെ മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ പോയിട്ട് ഡിസെക്ട് ചെയ്തിട്ടുണ്ട്, പെർമിഷൻ വാങ്ങിച്ചിട്ട്. ഫോറൻസിക് മെഡിസിനിലെ പ്രൊഫസർ, എൻ്റെ ടീച്ചറായിരുന്നു അദ്ദേഹം. ഈ ഗ്രാൻഡഡ് പെർമിഷൻ പോയി ഒരു 30 പേരെ ഡിസെക്ട് ചെയ്തിട്ടാണ് ആദ്യത്തെ ലിവർ സർജറി ചെയ്യുന്നത്. എൻ്റെ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു ഹോളി പ്ലേസ് ആണ്. ദാറ്റ് ഈസ് മൈ ടെമ്പിൾ. ഫസ്റ്റ് ടെമ്പിൾ ഏതെന്ന് ചോദിച്ചാൽ അതാണെന്ന് പറയും. ദാറ്റ് ഈസ് വേർ ഐ ഗോ. അപ്പോൾ അവർക്ക് വേണ്ടിയും ഒരു പക്ഷേ ഈ എൻ്റെ സർജറിക്ക് വേണ്ടിയും എൻ്റെ വീട്ടിലൊരു പൂജാ റൂമുണ്ട്. അവിടെ കയറിയിട്ട് ദൈവവിശ്വാസിയാണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. പൂർണ്ണമായിട്ടും അല്ല, പൂർണ്ണമായിട്ടും നിരീശ്വരവാദിയല്ല. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു പകുതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. പക്ഷേ നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ വിശ്വസിച്ചിട്ട്. വിശ്വസിക്കാതിരുന്നാൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ശ്രീനിവാസൻ പറഞ്ഞതാണ്. അതുപോലെ അങ്ങനെ താങ്കൾ ടെമ്പിളിലേക്ക് കയറുന്നു. ടെമ്പിളിലേക്ക് കയറും. ദാറ്റ് ഈസ് മൈ ടെമ്പിൾ. ദാറ്റ്സ് എ ഹോളി, വെരി ഹോളി പ്ലേസ് ഫോർ മീ. സോ അതാണ് എൻ്റെ ഒരു സംഗതി. ഞാൻ റിവൈസ് ചെയ്യാൻ നാളെ ചെയ്യുന്ന ഓപ്പറേഷനെ കുറിച്ചെല്ലാം ഞാൻ റിവൈസ് ചെയ്യും. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ആൾസോ സർജൻ നീഡ്സ് എ ടീം. ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻസ്, നേഴ്സസ്, ടെക്നീഷ്യൻസ് ആൻഡ് അനസ്തറ്റിസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അവരില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഞാൻ ചെയ്യുന്ന മേജർ സർജറീസ് അവരൊക്കെ ഹാൻഡ്സ് ഓഫ്. ആക്ച്വലി സം ഓഫ് ദം ആർ വെരി ബ്രില്യൻറ്റ്. എനിക്കൊരു അങ്ങനെയുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ലോഡ്സിൽ. പിന്നെ അതുപോലെയാണ് വെൽ ട്രെയിൻഡ്. പിന്നെ നേഴ്സ് എന്ന് പറയുന്ന വാക്ക് എനിക്ക് ഇഷ്ടമല്ലാത്തതാണ്. വെൽ ട്രെയിൻഡ് ഒരു സ്റ്റാഫ് നേഴ്സ്. നേഴ്സിന്റെ പേര് മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഞാൻ എന്നോട് ചോദിച്ചാൽ പറയും ഒരു പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മെഡിക്കൽ ടീം എന്ന് പറയുന്ന ഡോക്ടർ നേഴ്സും ഒരുമിച്ച് പോകണം. മെഡിക്കൽ മാൻ പവർ ഈസ് ബോത്ത് ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ്. ദേ ആർ പാർട്ട് ഓഫ് ദി മെഡിസിൻ. ദേ ആർ നോട്ട് നേഴ്സിംഗ് എനിമോർ. അതൊക്കെ പണ്ട് കാലത്ത്, ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ കാലത്ത്, ക്രിമിയൻ വാറിൽ ഊണ്ടുള്ളവരെ ഡ്രസ്സ് ചെയ്യുന്നതും ഇപ്പൊ വയസ്സായ ആൾക്കാരെ പിടിച്ചു നടത്തുകയും കുളിപ്പിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്ത എന്നാണ് നേഴ്സിംഗ്. നോട്ട് എനിമോർ. ടുഡേസ് നേഴ്സസ് ആർ ഗിവിങ് ഇഞ്ചക്ഷൻസ്, മെഡിസിൻസ്, കാത്തീറ്റേഴ്സ് ഇടും, റൈൽസ് ട്യൂബ് ഇടും, ഒരുപാട്. ദേ സ്റ്റേ മോർ വിത്ത് ദി പേഷ്യൻസ്. നേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റിഗ്മ പോലെ കാണുന്ന ഒരു കാലമാണ്. അപ്പോൾ അവർക്ക് പറ്റിയൊരു പേരാണ് ചോദിച്ചത്. എന്നോട് ചോദിച്ചാൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയാനാണ് ഇഷ്ടം. പക്ഷേ സാധാരണ ഇപ്പം മറ്റുള്ള ഡോക്ടേഴ്സിന് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഒരു ഒബ്ജക്ഷൻ വരും. ഡോക്ടർക്ക് ആൾറെഡി ഒരു പേരുണ്ട്. MBBS കഴിഞ്ഞാൽ മെഡിക്കൽ ഓഫീസർ. എന്നെപ്പോലെ ഒരാൾ ലാപ്രോസ്കോപ്പിക് സർജൻ എന്നോ, ലിവർ സർജൻ എന്നോ, ബാരിയാട്രിക് സർജൻ എന്നോ, മെറ്റബോളിക് സർജൻ, സോ മെനി തിങ്സ് ആർ ദേർ ഫോർ മീ. ഒരു കാർഡിയോളജിസ്റ്റ്, റേഡിയോളജിസ്റ്റ്, അനസ്തറ്റിസ്റ്റ്, അവർക്കെല്ലാം പേരുണ്ട്. ദാറ്റ് വേ ദേ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. ശരിയല്ലേ അവർക്ക്? പിന്നെ ഞാൻ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പലർക്കും അങ്ങനെ ഒരു പേര് കൊടുത്താൽ ഞാൻ ആലോചിച്ചപ്പോൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ദാറ്റ് ഈസ് എ ഗുഡ് നെയിം ഓൾസോ. അല്ലെങ്കിൽ എന്താ പറയുക, മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ട് വന്നത്. അപ്പോൾ ഒരു പക്ഷെങ്കിൽ ഈ മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ ആൾ ബ്രില്യൻ്റ് ആണെന്ന് വെച്ചാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ അവർക്ക് മെഡിസിൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 2 വർഷത്തെ ഇളവ് കൊടുക്കാം. ദേ ക്യാൻ കംപ്ലീറ്റ് മെഡിസിൻ. Why not? They will become best, one of the very good doctors. സംശയമില്ലാത്ത കാര്യമാണ്. 2 years or 3 years ഇളവ് കൊടുക്കാം 6 വർഷത്തിൽ. That's a good thought, doctor. That is a very good thought. It is very useful. But after you started doing surgeries, ഒരുപാട് സർജറി ചെയ്ത ശേഷം ഡോക്ടർക്ക് എപ്പോഴാണ് തോന്നി ഓക്കെ ഫൈൻ, നൗ ഐ ആം എ സർജൻ മൈസെൽഫ്, സ്വന്തമായിട്ടൊരു ബോധം ഉണ്ടാവുമല്ലോ, rather than പേടിയില്ലാതെ ഒരു ട്രെയിനി ഫീലിംഗ് ഇല്ലാതെ പോയ ഒരു സമയമുണ്ട്? ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അത് സാധിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ അതുപോലെ ആയിരുന്നു അന്നത്തെ ട്രെയിനിങ്ങും. ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, ലെജൻസിൻ്റെ കൂടെ. അതുകൊണ്ട് ആ കോൺഫിഡൻസ് കിട്ടി. ഇന്ന് 10 വർഷം കഴിഞ്ഞാൽ ചെയ്യാനൊക്കാത്ത ഞാൻ 1 വർഷം കഴിഞ്ഞ് ചെയ്യുമായിരുന്നു. ഗാസ്ട്രോ അനാസ്റ്റമി, വെഗാട്ടമിയൊക്കെ. ഒരു സർജൻ ഒരു ടീം വേണം. അനസ്തറ്റിസ്റ്റ്, സ്റ്റാഫ് നേഴ്സ്, അസിസ്റ്റന്റ് നേഴ്സ്, ടെക്നീഷ്യൻ. അപ്പോൾ സർജൻ റിലാക്സ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാം. ഇതില്ല എവിടെയും.
ഓരോ ദിവസവും ഓരോ സ്റ്റാഫ് വരും, ഓരോ അനസ്തറ്റിസ്റ്റ് വരും. ദാറ്റ് ഈസ് നോട്ട് ദ വേ ഇറ്റ് ഷുഡ് ബി. എ സർജൻ ഈസ് ഓൺ ടോപ്പ്. ഹി ഹാസ് ഗോട്ട് എ ഫസ്റ്റ് അസിസ്റ്റൻറ്റ്, സെക്കൻഡ് അസിസ്റ്റൻറ്റ്, ജൂനിയർ അസിസ്റ്റൻറ്റ്, സംബഡി ഹു ഈസ് സ്റ്റഡിയിങ്. അങ്ങനെ ഐ ട്രെയിൻ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ലാപ്രോസ്കോപ്പിക് സർജറി. ട്രിവാണ്ടത്ത് ഇപ്പോൾ അറിയപ്പെടുന്ന സർജൻസ് എല്ലാം പലരും ഞാൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇംഗ്ലണ്ടിലുണ്ട്, യൂറോളജിസ്റ്റ് ഉണ്ട്, റോബോട്ടിക് യൂറോളജിസ്റ്റ് ഉണ്ട്, പഠിച്ചു പോയവരാണ്. ദാറ്റ് വാസ് ദി ഫസ്റ്റ് സെൻറ്റർ ഇൻ ട്രിവാണ്ടം സെൻറ്റർ. അപ്പോൾ ലാപ്രോസ്കോപ്പി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ 55 ഇയേഴ്സ് ഓഫ് സർവീസിൽ 25 ഇയേഴ്സ് ഓപ്പൺ സർജറി ആൻഡ് 30 ഇയേഴ്സ് ലാപ്രോസ്കോപ്പിക് സർജറി. അതാണ് ലാപ്രോസ്കോപ്പി തുടങ്ങുന്നത് ശരിക്കും 1987 ഫിലിപ്പ് മിയറെ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് സർജനാണ് ഇത് തുടങ്ങുന്നത്. അത് ലോകത്തിലേക്ക് എത്തുമ്പോൾ 90 ഒക്കെ early 90. ആൻഡ് ഒരു സർജൻ്റെ പേര് പറയാതിരിക്കാൻ വയ്യ. ഡോക്ടർ ഇസ്മയിൽ എന്ന് പറഞ്ഞൊരു സർജൻ, മൗലാന ഡോക്ടർ മുഹമ്മദ് ഇസ്മയിൽ മൗലാന, ഈസ് വൺ ഓഫ് ദി ടോപ്പ് സർജൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇസ്മയിൽ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആൻഡ് ഫൈനലി ഐ വെൻറ്റ് റൗണ്ട് ഗെറ്റിംഗ് സം ട്രെയിനിങ് ഫോർ ലാപ്രോസ്കോപ്പി. പലയിടത്തും പോയി. അവസാനം ഐ ഹേർഡ് ഡോക്ടർ ഇസ്മയിൽ ഈസ് ഡൂയിങ് ഗുഡ്. ഐ വെൻറ്റ് ടു ഹിം, മൈ സ്റ്റുഡൻറ്റ്. നാച്ചുറലി അഡ്വാൻറ്റേജ് ഈസ് ആക്ച്വലി എൻ്റെ സ്റ്റുഡൻറ്റാണ് MBBSന് അവിടെ പഠിച്ചിരുന്നത് 82-84 ടൈമിലാണ്. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന 80ലാണ്, 74 ഇംഗ്ലണ്ടിൽ പോയി, തിരിച്ചു വരുന്ന 80ലാണ്. അപ്പോൾ ഡോക്ടർ ഇസ്മയിലിൻ്റെ അവിടെ പോയി. അപ്പോൾ ഒരു ടീച്ചറാണ്, ആ റെസ്പെക്റ്റോടുകൂടി. ആൻഡ് 95 ആദ്യം സെക്കൻഡ് ഡേ ആദ്യം ഞാൻ ഒരു ദിവസം ഒബ്സർവ് ചെയ്തു. സെക്കൻഡ് ഡേയിൽ 2 അപ്പൻഡിസെക്ടമീസ് ഡോക്ടർ ഇസ്മയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരെണ്ണം എന്നോട് ക്യാമറ കാണിക്കാൻ പറഞ്ഞു. ഇതിന് ക്യാമറ കാണിക്കാൻ ഒരു മിടുക്കനായ ആൾ വേണം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, ക്യാമറാമാൻ. നേഴ്സിന് ഒരു 4 ഇൻസ്ട്രുമെൻ്റ് ലാപ്രോസ്കോപ്പിയിൽ വേണ്ടി മിക്കവാറും എല്ലാ ഓപ്പറേഷനും 4 5 മില്ലിമീറ്റർ സൈസുള്ള 4 ലോങ് ഇൻസ്ട്രുമെൻറ്റ്സ് മതി. അത് പലതിനും മാറുമെന്നുള്ളേ ഉള്ളൂ, അതിൽ കൂടുതൽ പോകാനൊക്കെ ഇല്ല. ഈ എല്ലാ ഓപ്പറേഷനും 4 ടൈനി ഹോൾസ് ആണ് ലാപ്രോസ്കോപ്പിൽ, 5 മില്ലിമീറ്ററേ ഉള്ളൂ. പിന്നെ ടെലസ്കോപ്പ് പോണത് മാത്രം ഒരു 10 മില്ലിമീറ്റർ, 1 സെൻറ്റിമീറ്റർ താഴെ ഇത്ര വരുള്ളൂ. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. മിനിമലി ഇൻവേസീവ്. പിറ്റേ ദിവസം വേണമെങ്കിൽ വീട്ടിൽ അയക്കാൻ പലരെയും. ആൻഡ് ദേ ക്യാൻ ടേക്ക് ഫുഡ് സാധനം ഓപ്പറേഷൻ. സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ്സ് കൊടുക്കും, സോളിഡ്സ് കൊടുക്കാനായിട്ട് ഒരു 4 ദിവസം 5 ദിവസം അല്ലെങ്കിൽ സെമി സോളിഡ്സ് അങ്ങനെ കൊടുക്കും. അതൊക്കെ ഡീറ്റെയിൽസ് കളഞ്ഞ് സമയം കളയുന്നില്ല ഞാനിപ്പോൾ. ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു യൂത്തനേഷ്യ വീണ്ടും മെഴ്സി കില്ലിംഗ് അല്ലെങ്കിൽ ദയാവധം, അത് ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് മാർച്ച് 2026 അടുത്ത ഒരു ഓർഡർ കിട്ടി. അങ്ങനെ ഒരാൾ 13 വർഷമായി കിടന്ന ഒരാൾക്ക് അങ്ങനെ യൂത്തനേഷ്യ കൊടുക്കേണ്ടി വന്നു. ഐ തിങ്ക് സോ. ഡോക്ടർക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഞാൻ എൻ്റെ ഒരു ബുക്ക് നേരത്തെ എഴുതിയിട്ടുണ്ട്, 2019 അത് റിലീസ് ചെയ്തത്. അപ്പോൾ അതൊരു വലിയ കാര്യം. ഞാനപ്പോൾ വളരെ നേരത്തെ അങ്ങനെ വിചാരിക്കുന്ന ആളാണ്. വാട്ട് ഈസ് എ സൈൻ ഓഫ് ലീവിങ്? ഇഫ് ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഈസ് സൈൻ ഓഫ് ഹീലിംഗ്? സൈൻ ഓഫ് ലിവിംഗ്. സൈൻ ഓഫ് ലീവിംഗ്. ലീവിംഗ് മത്ലബ് ജീവിതം ഓർ ലീവിംഗ്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറയട്ടെ. ഡിഗ്നിറ്റി ടു ഡൈ. മൂവിങ് ഈസ് ലീവിങ്. ഓക്കെ, മൂവിങ് ഈസ് ലീവിങ്. ചില ഡോക്ടേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നെ ഒരിക്കലും വെന്റിലേറ്ററിൽ ഇടരുതെന്ന്. ഞാൻ എഴുതി വെക്കും. തീർച്ചയായിട്ടും 100%. ഡോക്ടറെ ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ ഡോക്ടറിനെ? എന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ രാജഗോപാൽ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഫേവറേറ്റ് സർജനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ട്യൂട്ടറായിരിക്കും. അന്ന് ലെക്ചറിന് പകരം ട്യൂട്ടർ എന്ന് പറയുന്നത് എൻ്റെ കാലത്ത് 70s. So how do you see a surgeon having a surgery on you? I see him as a God. ദൈവത്തിനെ പോലെ കാണും. ഇന്ന് ദൈവം എന്ന് പറയുള്ളൂ, കാണില്ല. നാവിലേ ഉള്ളൂ, ചോളിലില്ല. ഡോക്ടർക്ക് ഏറ്റവും അധികം ഇങ്ങനെ എന്താ പറയുക, ഹൈ സ്റ്റേക്ക് സർജറീസ് ഉണ്ടാവുമല്ലോ ചില സമയത്ത്. ഞാൻ തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ആളോട് എനിക്കറിയാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ആൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് വല്ല സർജറിക്ക് നമ്മൾ പറയും, ദൈവമേ ആ ഹോസ്പിറ്റലിൽ ബീൻ ഹൈ ടെൻഷൻ ബിക്കോസ് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫിഗർ. ഡോക്ടർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് എല്ലാവരും ഒരുപോലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പാർഷ്യൽ അല്ലേ? യു മസ്റ്റ് ബി ഇംപാർഷ്യൽ. വെദർ ഇറ്റ് ഈസ് രാജാവ് അല്ലേ, രാജാവ് വന്നാലും റാണി വന്നാലും പാവപ്പെട്ടവൻ വന്നാലും സർജറി ഒരു സർജറിയോ. യു കനോട്ട് ചേഞ്ച്. പ്രോബബ്ലി ആറ്റ്മോസ്ഫിയർ അവർ സ്വീകരിക്കുന്നതൊക്കെ ഒരു പ്രോട്ടോകോൾ കാണുമല്ലോ. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്.
സർജറി വിൽ ബി ദ സെയിം. ഇപ്പോൾ കൊളിസിസ്റ്റക്ടമി ഒരു കോർപ്പറേറ്റിൽ ചെയ്താലും കോർപ്പറേറ്റിലെ ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയ്താലും സർജറി സെയിം. ആൻഡ് ഇവിടെ ചെയ്യുന്ന എന്താണ്, ഇപ്പോൾ ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് റേറ്റ് കൊടുക്കും. ഈ ഒരു 5 സ്റ്റാർ ഉള്ള ഒരു സർജൻ ഒരു ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ ആ റേറ്റ് ഇൻഷുറൻസ് കൊടുക്കില്ല. അത് മര്യാദകളല്ലേ? ശരിക്കും തെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ഫോർ ദി ഇൻഫ്രാസ്ട്രക്ചർ. അഡീഷണൽ ഫെസിലിറ്റീസിന് അവർ പേ ചെയ്യണം. അതെ. സാധാരണ ഒരു ഡോക്ടർക്ക് എപ്പോഴെങ്കിലും ഒരു ദാറ്റ് പേഷ്യൻറ്റ് വെന്റ് ഓഫ്, അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഒരു ഫാമിലിയോട്? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വിത്ത് ദ പേഷ്യൻ്റ്. അത് എഫക്ട് ചെയ്യാറുണ്ടോ അങ്ങനത്തെ ഒരു ഡെത്ത്? ഒരു പേഷ്യൻറ്റിന് അവർക്ക് തന്നെ അറിയാം. എനിക്ക് 104 വയസ്സായ ഒരു പേഷ്യൻ്റ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 വർഷം വരെ ജീവിച്ചിരുന്നു. എൻ്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്, കണ്ടിട്ടുണ്ടോ? കാർത്തിയോട് ചോദിച്ചാൽ എടുത്തു തരും. പത്മനാഭൻ വൈദ്യർ എന്നാണ് പേര്. ചടയമംഗലത്തുകാരനാണ്. ജഡായി പാർക്കിനടുത്താണ് താമസം. 2 ആൺമക്കളാണ്. അങ്ങേർക്ക് 94 വയസ്സായപ്പോൾ പുനലൂർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ പുള്ളിയുടെ മൂത്ത മകൻ, പുറത്താണ്, ഗൾഫ് കൺട്രീസിലാണ്, എവിടെയാണ്. ഇപ്പം എനിക്ക് ഓർക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര്. അപ്പോൾ പിന്നെ 94 വയസ്സിൽ ഈ ഹെർണിയയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ സർജൻസ് പറഞ്ഞു 94 വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ അത് വെച്ചങ്ങ് കൊണ്ടുപോയാൽ പോരെ, വലിയ കുഴപ്പമില്ലല്ലോ, ഒരു ബെൽറ്റൊക്കെ ഇട്ടോ അല്ലെങ്കിൽ ഒരു ടൈറ്റ് ജാട്ടിയൊക്കെ ഇട്ടോ അത് മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു. 104 വയസ്സായപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നു. ഇത് സ്ട്രാങ്കുലേറ്റ് ചെയ്തു, ട്വിസ്റ്റ് ചെയ്തു. അതിനകത്ത് ഇൻഡസ്റ്റൈനാണ്. ട്വിസ്റ്റ് ചെയ്ത് ഇൻഡസ്റ്റൈൻ നെക്രോട്ടിക് ആവും, അത് ഡെഡ് ടിഷ്യൂ ആവും. അപ്പോൾ അവർ കൊണ്ടുവന്നു. പലയിടത്തും അന്വേഷിച്ചു, ആരും ഓപ്പറേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ആരും അവരുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു എന്താ മഠയനെന്ന് പറയുന്നത് ശരിയല്ല. അല്ല, ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഓപ്പറേറ്റ് ചെയ്ത് തരും പുള്ളി, ഇങ്ങനെ റിസ്ക് എല്ലാം എടുക്കുന്ന കൂട്ടത്തിലാണെന്നാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു വന്നു. തീർച്ചയായിട്ടും കൊണ്ടുവരണം. നിങ്ങൾ സമ്മതിച്ചോ ഓപ്പറേറ്റ് ചെയ്യാൻ? ഞാൻ സമ്മതിക്കാൻ ഞാൻ റെഡിയാണ്, എനിക്ക് സംശയമൊന്നുമില്ല. 90% വിൽ റിക്കവർ. അതുപോലെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ മാത്രം ആരോഗ്യിക്കുന്ന ഒരു കൊച്ചു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്ന, മകൻ പറയുന്ന ഒരു വീഡിയോയും ഉണ്ട്, ഇതിൽ കാണാം, കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 108 വയസ്സിലാണ് മരിക്കുന്നത്. 4 വർഷം ജീവിച്ചു. അത് അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണം. ഏറ്റവും ടഫ് സർജറി ആരുടെ? ഒരു ടഫ് സർജറി ചെയ്തത്? ടഫ് സർജറി ചെയ്ത് ലിവർ സർജറി ആണ്. ലിവർ സർജറിയാണ്. ലിവർ ഈസ് ദി ടഫസ്റ്റ്, വൺ ഓഫ് ദി ടഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ആൾസോ. ലിവർ ടഫാണ്. ലിവർ ഈസ് ഗോൺ, എവറിത്തിങ് ഈസ് ഗോൺ. കറക്റ്റ്. അതെ, നമ്മൾ അത് വെച്ചാണ് ലിവറിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ആൾക്കാള് ചെയ്യുന്ന ഡാമേജ് സ്റ്റൊമക്കിന്ന് അബ്സോർവ് ചെയ്യുന്ന ഒരേ ഒരു സാധനം ആൾക്കാളാണ്. ആൾക്കാൾ കഴിക്കുമ്പോൾ അവർ ഒരുപാട് കഴിക്കും. എക്സസ് ഫാറ്റ് വരും. ഫാറ്റ് ലോഡ് ചെയ്യുന്നത് മസിലിലും ലിവറിലും ഒക്കെയാണ്. ലിവർ പക്ഷേ റീജനറേറ്റീവ് ഓർഗൻ അല്ല. ചെയ്യാൻ ഒക്കാത്ത സമയത്ത് സ്റ്റേജ് 1 നമുക്ക് റിവേഴ്സ് ചെയ്യാം, സ്റ്റേജ് 2 ചെയ്യാം, സ്റ്റേജ് 3 കഴിഞ്ഞാൽ പറ്റില്ല. സിറോസിലേക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡോക്ടർ എവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പേഷ്യൻ്റ് എന്നൊരു വാക്ക് ഡോക്ടർക്ക് ഇഷ്ടമില്ല? എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഈ വരുന്നവർ 3 പേര് വന്നാൽ പലപ്പോഴും അറിയാനൊക്കത്തില്ല. എല്ലാവരും ഒരുപോലെ ഇരിക്കും. ആരാണ് കണ്ടുപോകാൻ? ഞാൻ ചോദിക്കേണ്ടി വരും, ആർക്കാ ബുദ്ധിമുട്ടത് എന്ന് ചോദിക്കും. എനിക്ക് പേഷ്യൻ്റ് പറയുന്നത് ബാക്കി ഇഷ്ടമല്ല. എന്തുകൊണ്ട്? വരുന്നവരെല്ലാം പേഷ്യൻ്റ് അല്ലേ. ഇറ്റ് ഈസ് നോട്ട് എ നൈസ് വേർഡ് ടു ഹിയർ. എനിക്ക് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു പേഷ്യൻ്റ് വന്നിരിക്കുന്നു, അതൊരു ബാഡ് വേർഡെന്ന് ഇത്രയും കാലം ശീലിച്ച് ബാഡ് വേർഡെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനൊരു വേർഡ് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ പലരും പറയുന്നതായിട്ട് ക്ലയന്റ് എന്നൊക്കെ പറയും. ഇംഗ്ലണ്ടിലൊക്കെ അങ്ങനെയാണോ കസ്റ്റമർ എന്താന്നൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു മാളിൽ പോണ കണക്ക് ഉള്ള ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനോട് ഞാൻ അഗ്രി ചെയ്യുന്നില്ല. എനിക്ക് തോന്നിയ ഒരു നല്ല വാക്ക് ഗസ്റ്റ് എന്നാണ്. ഗസ്റ്റ് ഈസ് ഹൂം യു റെസ്പെക്ട്. അങ്ങനെ വേണമെങ്കിൽ ഒരു വാക്ക് കൊടുക്കാം. പിന്നെ ഒരു വാക്കുകൂടെ പറയാനുള്ളത്, ക്യാൻസർ എന്ന് പറയുന്ന വാക്ക് ഫ്രൈറ്റനിങ് ആണ് എല്ലാവർക്കും, അല്ലേ? ആണോ? അതെ, പിന്നെ ഫ്രൈറ്റനിങ് അല്ലേ? ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് കരയും മകള്, അമ്മ ഈ പ്രായത്തിലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്.
എൻ്റെ അടുത്തിരുന്ന്. അവിടെ അത് ഞാൻ ഇന്ന് വരെ ഒരു പേഷ്യൻറ്റിനോട് ക്യാൻസർ എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഡോക്ടർ എന്താ പറയാ? ഞാൻ എന്താ പറയുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൽസിലൊരു മാറ്റമുള്ള കണക്ക് തോന്നുന്നു. അബറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് കാണുന്നു. ഡിസ്പ്ലേസിയ, ഹൈപ്പർപ്ലേസിയ എന്നൊക്കെ പറയും. ഈ വയലോരത്ത് കിടക്കുന്ന നീർക്കോലിയുണ്ടോ, വയൽ പാമ്പ്, അത് പിന്നെ കടിച്ചാൽ അത്താഴം മുടങ്ങുന്നത് അതുപോലെ കരുതിയാൽ മതി എന്ന് പറയും. യു ആർ ക്യൂർഡ്, യു ആർ ലൈക്ക് മീ ആൻഡ് ലൈക്ക് ഹിം എന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ റിലാക്സ് ചെയ്യും. ഇല്ലെങ്കിൽ എത്ര ചെറിയ ഇതാണെങ്കിലും അവർക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു വാക്കേ അറിയാം. അതിൻ്റെ ഡിഗ്രിയും അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ഓങ്കോളജിസ്റ്റിനെ അറിയാവുള്ളൂ, ഒരു സർജൻ അറിയും. അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാം ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറയാം. അതിനൊരു വാക്ക്, ആ കേൾക്കുന്ന ഭയം മാറ്റാൻ ഒരു വാക്ക് വേണമെന്ന് ഞാൻ വർഷങ്ങളായിട്ട് ആലോചിക്കുകയാണ്. ഇപ്പം എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു വാക്കെന്ന് പറയുന്നത് ഗ്രോത്ത് എന്നാണ്. ക്യാൻസർ ഈസ് എ പർപ്പസ്ലെസ് പ്രോളിഫറേറ്റീവ് ഗ്രോത്ത് ആണ് ശരിക്കും. അതിനൊരു പർപ്പസുമില്ല, അത് പ്രോളിഫറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ മൾട്ടിപ്പിൾസ് ദേ ഗ്രോ. അതാ മനസ്സിലായില്ലേ? അതാണ് അതിന് ഞാൻ പറയുന്നത് ഒരു ഗ്രോത്ത്. ഇറ്റ്സ് എ സിമ്പിൾ ഗ്രോത്ത്. വാട്ട് ഈസ് ദർ ആഫ്റ്റർ ആൾ വീൽ ടേക്ക് ഇറ്റ് ഔട്ട്. അതിൻ്റെ ബ്ലഡ് സപ്ലൈയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ചുരുങ്ങി പറ്റിപ്പോവും എന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് എന്ത് സുഖമായിരിക്കും. അല്ലെങ്കിൽ പറയാം ഇത് നോക്കി എടുത്തപ്പോഴേക്കും ഒരു ശകലം സെൽസിൽ ചില ചേഞ്ച് കാണുന്നുണ്ട്. നമുക്കൊരു ഇമ്മ്യൂണോ തെറാപ്പി എടുത്തുകളയാം. ഇമ്മ്യൂൺ റെസ്പോൺസ് ഇപ്പോൾ ഇമ്മ്യൂണോ സ്റ്റിമുലൻസ് ആണ്. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു ഫിനാമിനൽ ചേഞ്ച് വരാൻ പാടാണ്, ഒരു എക്സ്പ്ലോസീവ് ചേഞ്ച്. ലാപ്രോസ്കോപ്പിക് സർജറി വാസ് എൻ എക്സ്പ്ലോസീവ് ചേഞ്ച് ഇൻ സർജറി ടുവേഴ്സ് ദി എൻഡ് ഓഫ് 20th century ഒരു വലിയ വിപ്ലവമായിരുന്നു 87 തുടങ്ങിയ. അപ്പോൾ അങ്ങനെയുള്ള ദാറ്റ്സ് എ വേ ഐ ലുക്ക് അറ്റ് തിങ്സ്. ഡോക്ടറിൻ്റെ പുസ്തകത്തിനെ കുറിച്ചുകൂടി പറയണം. ഇപ്പോൾ എഴുതുന്ന പുസ്തകത്തിന് പുതിയ ഒരെണ്ണം എഴുതിയിട്ടുള്ളത് സ്റ്റോറി ഓഫ് മൈ സ്കാൽപ്പൽ. സ്കാൽപ്പൽ എന്ന് പറയുന്നത് ഒരു സർജൻ അത് എന്തുകൊണ്ട് എഴുതിയെന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്ന സാധനമാണല്ലോ. ഇത് സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. കൊല്ലാൻ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന സാധനം ഞാൻ സർജൻ ഉപയോഗിക്കുമ്പോൾ അത് സേവ് ചെയ്യാനായി മാറുന്നു. ആൻഡ് മാത്രമല്ല, പണ്ട് ഇതുപോലൊരു നൈഫ് ഉണ്ടാക്കണമെങ്കിൽ ഈ കൊല്ലൻ ആലയിൽ അടിച്ച് ചൂടാക്കി അടിച്ച് പരത്തി ഉണ്ടാക്കുന്നതാണ്. ദാറ്റ് ഈസ് ലബോറിയസ് വർക്ക്. ഇറ്റ് ഈസ് നോട്ട്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും കൂടിയാണ് എൻ്റെ വാക്ക്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് വന്നത്. ആർക്കും സാധാരണഗതിയിൽ തോന്നുന്നതല്ല വാട്ട് ഈസ് സ്കാൽപ്പൽ, വൈ ഹാസ് ഗിവൺ ദിസ് ക്യാപ്ഷൻ എന്ന് ചോദിക്കാം. ഇതാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ഇപ്പോൾ ബിയോണ്ട് സ്കാൽപ്പൽ റിഫ്ലക്ഷൻസ് ഓഫ് എ ലൈഫ് ലോങ് സൈഡ്, അതാണ് അതിൽ ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ബേസിക്കലി പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റം, അത് മാറണം. വി ഹാവ് എ 3-tier system. We have to have a uniform system of education for the entire country. എന്നാലേ നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി ആവുള്ളൂ. ഇഫ് പോസിബിൾ we must have a common language also. India is the only country without a common language. ഞാൻ മ്യൂസിക് കേട്ടിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർജൻ കൂടിയാണ് എൻ്റെ തിയേറ്ററിൽ. കേട്ടോ, ഏത് പാട്ടാ കേൾക്കുക? എല്ലാം മെലഡീസാണ്. മെലഡീസാണ് എനിക്ക്. ഒരു പാട്ട് എനിക്ക് പാട്ട് ഇപ്പോൾ യേശുദാസും പറയേണ്ടതില്ലല്ലോ. പഴയ പാട്ടുകളാണോ ഇഷ്ടം? പഴയ പാട്ടുകൾ ചിത്ര പറയേണ്ടതില്ല, സുജാത പറയേണ്ടതില്ല, അവരുടെയൊക്കെ പാട്ടുകൾ ഗംഭീരമാണ്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടുകാരിയാണ് സിത്താര, വളരെ ഇഷ്ടമാണ്. ഇവിടെയൊക്കെ പാട്ട് കേട്ടിട്ട് ഡോക്ടർ വളരെ മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കും. 36 വർഷമായിട്ട് 35 വർഷമായിട്ട് പാട്ട് കേട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സർജനാണ് ഞാൻ. ലാപ്രോസ്കോപ്പി തുടങ്ങുന്ന പാട്ട് കേൾക്കാറുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളാണ്. അയ്യോ, വണ്ടർഫുൾ വണ്ടർഫുൾ. അദ്ദേഹത്തിന് സ്വർണ്ണചാമരം എന്ന് പറയുന്ന ഒരു പാട്ട് തന്നെ മതിയല്ലോ. എങ്ങനെ ഈ മനുഷ്യൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനെപ്പോഴും എന്നെ മദറിനോട് പറയും, എല്ലാ നല്ല പാട്ടുകളും ആദ്യത്തെ പ്രതി കണ്ടതാ. എന്തായാലും ഡോക്ടർ, ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ടോക്ക് ടു യു. എനിക്ക് എന്നെ പെട്ടെന്നൊരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ട് ഇറക്കി, പിന്നെ ഒരുപാട് ലിവറിൽ കൂടെയും ഡയബറ്റീസിനോടും ക്യാൻസറിനോടും ഒരുപാട് ലോകത്തിലേക്ക് എന്നെ കൊണ്ടുപോയത് തീർച്ചയായിട്ടും നന്ദി ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വണ്ടർഫുൾ മീറ്റിംഗ് യു ആൾ. താങ്ക് യു സോ മച്ച് ഡോക്ടർ.